ഹായ് എവരി വൺ വെൽക്കം. ഇന്ന് ഞാനൊരു ബുക്ക് മാർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. 3D എഫക്റ്റ് തരുന്ന ഒരു ഡബിൾ ലെയർ പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് സബ്സ്ക്രൈബും തരാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനൊരു പിങ്ക് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മാജിക് റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക് റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു 12 സിംഗിൾ ക്രോഷയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ബേസിക് സ്റ്റിച്ചസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ 12 സിംഗിൾ ക്രോഷയാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. ഇപ്പം 12 സിംഗിൾ ക്രോഷേ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാജിക് റിങ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ആദ്യത്തെ സ്റ്റിച്ച് കണ്ടുപിടിച്ച് അതിനകത്ത് കൂടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇടാം. ഇനിയും സെക്കൻഡ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒന്നും ടൈറ്റായി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാജിക് റിങ് നന്നായിട്ട് അടഞ്ഞു വരും കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് 12 സിംഗിൾ ക്രോഷയാണ് വേണ്ടത്. ഓൾറെഡി നമുക്കിപ്പോൾ 12 സ്റ്റിച്ചസ് ഉണ്ട്. സോ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം വെച്ചിട്ടാണ് നമ്മളിനി വീണ്ടും ചെയ്യുന്നത്. അഗെയിൻ നമുക്ക് 12 സിംഗിൾ ക്രോഷസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ നടുവിലുള്ള പോളൻ്റെ പോർഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യാണിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു ക്രീം കളറിലുള്ള യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ ക്രോഷയുടെ സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് യാണിനെ ഇതുപോലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. ചെയിൻ സ്റ്റിച്ചിട്ട് അതിനെ ഉറപ്പിക്കാം. അടുത്ത റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻ 2. അത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്രോഷയുടെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുന്നു. അടുത്ത സ്റ്റിച്ചിലാണ് നമുക്കിനി ചെയ്യാനുള്ളത് കേട്ടോ. അടുത്ത സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. നമ്മൾ കളറ് ചേഞ്ച് ചെയ്തപ്പോഴുള്ള യാണിൻ്റെ ഒരു വാലുണ്ടല്ലോ, അത് എപ്പോഴും സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെ കൂട്ടിപ്പിടിച്ച് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് അഴിഞ്ഞു പോരും. അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. 2 ചെയിൻ സ്റ്റിച്ച് ഇടുന്നു, ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുന്നു, അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ക്രീം കളർ യാണിൻ്റെ ആ ടെയിലുണ്ടല്ലോ, അത് നമ്മളെപ്പോഴും ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പെടുന്ന രീതിയിൽ തന്നെ ബാക്കിൽ വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്ത 2 ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിനുള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഇപ്പോൾ റൗണ്ട് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടാം. അടുത്തതായിട്ട് ഡബിൾ ക്രോഷേ 2 ടുഗദറാണ് ചെയ്യുന്നത്.
യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നു. അതിൽ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം നമ്മൾ പുൾ ത്രൂ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് അവൈലബിൾ ആണ്. ഒരു തവണ കൂടി നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യാണ്. എന്നാൽ അതിൽ 2 ലൂപ്പിൽ കൂടെ മാത്രമേ നമ്മൾ പുൾ ത്രൂ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ഇനി 3ൽ കൂടെയും ഒന്നിച്ചാണ് നമ്മൾ പുൾ ത്രൂ ചെയ്യുന്നത്. ഇനി വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച്. അതിനുശേഷം അതേ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. വീണ്ടും ഇതേ സെയിം പ്രോസസ്സ് അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു തവണ കൂടി നമുക്ക് ചെയ്യണം. അതായത് 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുള്ളതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 തവണ പെറ്റൽസുകൾ ചെയ്യണം കേട്ടോ. 3 ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഡബിൾ ക്രോഷേ 2 ടുഗദറാണ് ചെയ്യുന്നത്. അതായത് 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് നമുക്കതിനെ വലിച്ചെടുക്കില്ല കേട്ടോ. 2 ലൂപ്പിൽ കൂടെ മാത്രം വലിക്കുന്നു. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാണ്. 2 ലൂപ്പിൽ കൂടെ മാത്രം വലിക്കുന്നു. ഇപ്പോൾ 3 ലൂപ്പ് അവൈലബിൾ ആണ്. 3ൽ കൂടെ ഒന്നിച്ച് നമുക്ക് പുൾ ത്രൂ ചെയ്യാം. അഗെയിൻ 3 ചെയിൻ സ്റ്റിച്ച്. അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് 6 സ്റ്റിച്ചസാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്നിലും ഇതുപോലെ 2 പെറ്റൽസ് വീതം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓരോന്നിലും 2 പെറ്റൽസ് വീതം വെച്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോട്ടൽ 12 പെറ്റൽസ് കിട്ടും. ഇതുപോലെ 2 ഡബിൾ ക്രോഷേ കൂട്ടിച്ചേർത്ത് ചെയ്യുന്നതിനാണ് നമ്മൾ ഡബിൾ ക്രോഷേ 2 ടുഗദർ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് 2 സ്റ്റിച്ചിൽ ചെയ്തപ്പോൾ 4 പെറ്റൽസ് കിട്ടി. അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് 12 പെറ്റൽസ് കിട്ടും. ഇപ്പോൾ ഞാൻ ലാസ്റ്റത്തെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുക കേട്ടോ. ഓൾറെഡി ഇത് നമുക്ക് ഈ റൗണ്ട് കഴിഞ്ഞിട്ടില്ല. സോറി, അതിന് മുൻപ് തന്നെ ഞാൻ ടെക്സ്റ്റ് ചെയ്തതായിരിക്കും. ഓക്കെ, ഈ റൗണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആവാണ്. നമുക്ക് 12 പെറ്റൽസ് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിനി ബാക്കിൽ കൂടെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം 2 പെറ്റൽസ് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ നമ്മുടെ പെറ്റൽസിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്കൊരു ലൂപ്പ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. അതായത് 3 ചെയിൻ സ്റ്റിച്ച്. ഇടയ്ക്കുള്ള വീഡിയോ എവിടെയോ എനിക്ക് മിസ്സായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 പെറ്റൽസിനെ ഒഴിവാക്കി അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സിംഗിൾ ക്രോഷയുടെ സ്പേസ് ഉണ്ട്. അതിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ ബാക്ക് സൈഡിലേക്കാണ് നമുക്ക് ഈ ലൂപ്പ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇനി അടുത്ത റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 3 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. അതിനുശേഷം ഓരോ സ്പേസിലും നമുക്ക് 5 ഡബിൾ ക്രോഷേ വീതം വെച്ച് ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ, ഇപ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. 5 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യുന്നു.
എഗെയിൻ 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്യാം. അതേ സെയിം സ്പേസിൽ കൂടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇപ്പോൾ നമുക്ക് കുറച്ച് വലിപ്പമുള്ളൊരു പെറ്റലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ 2 പെറ്റലിൻ്റെയും ബാക്കിലായിട്ട് കുറച്ചൊരു വലിയൊരു പെറ്റൽ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. വീണ്ടും അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. 3 ചെയിൻ സ്റ്റിച്ച്, പിന്നെ 5 ഡബിൾ ക്രോഷേ, വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുന്നു, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 3D ഫ്ലവർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 3D അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ലൂപ്പുകൾ നമുക്ക് അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് കെട്ടി വെക്കാം കേട്ടോ. സെക്യൂർഡാക്കി കെട്ടി വെക്കാം. നേരിട്ട് ഡയറക്റ്റായിട്ട് അതിനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ടാണ് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് 8 ചെയിൻ സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടത്. അതായത് 8 ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8. അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ചിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. പിന്നത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, ഇതൊരു ചെറിയ ലീഫാണ്, വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. നെക്സ്റ്റിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ, ഇനി വരുന്ന 2 സ്റ്റിച്ചിൽ നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. ഒന്നാമത്തെ ഡബിൾ ക്രോഷേ, ഇനി രണ്ടാമത്തെ ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ എഗെയിൻ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഇനി നമുക്ക് ലാസ്റ്റത്തെ സ്റ്റിച്ചാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ, 1 2, ഇനി നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അവിടെ സിംഗിൾ ക്രോഷേ ചെയ്തതിൻ്റെ അവിടെ 2 ലൂപ്പ് അവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് അങ്ങ് ചെയ്യാം. അതിനാണ് നമ്മൾ പൈക്കോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ഒന്ന് 2, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ, ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്.
ഇപ്പോൾ നമുക്ക് നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ളൊരു ലീഫാണ്, ചെറിയൊരു ലീഫാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബുക്കിൻ്റെ വലിപ്പം അനുസരിച്ച് ചെയിൻ സ്റ്റിച്ചുകൾ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 35-40 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ബുക്ക് ചെറുതോ വലുതോ എന്താണോ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിലുള്ള നമ്പർ നോക്കി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അത്യാവശ്യത്തിന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാൺ കട്ട് ചെയ്ത് ഹൂക്കിനെ വലിച്ച് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് യാണിനെ കുറച്ചൊന്ന് ചെറിയൊരു നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കതിന് ഇനി നമ്മുടെ ഫ്ലവറുമായിട്ട് കൂട്ടിച്ചേർക്കാം. 2 വലിയ ലീഫുകളുണ്ടല്ലോ, പെറ്റൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് യാണിനെ ഉള്ളിലേക്ക്, ഈ ഗ്രീൻ കളറിൻ്റെ യാണിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിനവിടെ ഒരു നോട്ടൊക്കെ ഇട്ട് കെട്ടി വയ്ക്കാം കേട്ടോ. അഴിഞ്ഞു പോരാത്ത രീതിയിൽ ടൈറ്റായിട്ട് നമുക്കതിനവിടെ കെട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന്